പൊതുവേ യുവാക്കളിലാണെങ്കിലും ആരടുത്താണെങ്കിലും നമുക്കിപ്പോൾ ജോലിയുടെ പ്രഷർ കുറച്ച് കൂടുതലായിട്ട് വരികയാണ്. അപ്പോൾ അതെ. പ്രൈവറ്റ് കമ്പനികളിലാണെങ്കിലും കൂടുതലാണ്. അവിടെ ഒരു നിശ്ചിത സമയം പോലും ഇല്ല. ഓവർ ടൈം എടുക്കുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്. അതുപോലെ മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ജോലിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തെയും കൂടെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതെ. അതിനെക്കുറിച്ചിട്ട് എന്താണ് ഒരു അത് അഭിപ്രായം? ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ബേസിക് ആയിട്ട് എല്ലാ രാജ്യവും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉം. 8, 8, 8 എന്നുള്ളത്. ഉം. 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം ഉം. എന്നുള്ളത്. അത് മനുഷ്യന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഉം. ഇപ്പോഴത്തെ പല കമ്പനികളും അത് ഫോളോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ചില കമ്പനികൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. ഉം. പക്ഷേ എന്നാൽ പോലും ഫോളോ ചെയ്യാത്ത കമ്പനികൾ 8 മണിക്കൂർ 9 മണിക്കൂർ ആകുന്നതിൽ നമുക്കൊരു പരാതിയില്ല. ഉം. ഉം. അഡ്ജസ്റ്റ് ചെയ്യാം. ഉം. പക്ഷേ ഇത് 10ഉം 11ഉം 12ഉം 14ഉം മണിക്കൂറുകൾ പണിയെടുക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു ഇത്ര പ്രഷർ ഇല്ല തോന്നുന്നു. ഇല്ലില്ല, തീർച്ചയായിട്ടും ഇല്ല. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് കൂടുതലായിട്ട് അതെ, അതെ. കണ്ടുവരുന്നത് ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ഉം. മലയാളികളടക്കം ഇപ്പൊ ഗവൺമെന്റ് ഗവൺമെന്റ് ജോലി ജോലിക്ക് വേണമെന്ന് ആ. ആവശ്യപ്പെടുന്നത്. ആ. കാരണം അവിടെ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെയാണ്. അതായത് ആ. അപ്പോൾ അവരുടെ ജോലി സമയവും നടക്കും. അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫും നടക്കും. ഉം. ഒരാൾക്ക് ജോലി പോലെ തന്നെ പേഴ്സണൽ ലൈഫും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ. ഉം. ഉം. അപ്പോൾ അവർ ആ സമയത്ത് വർക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടെത്തുന്ന സമയമായിരിക്കും അത്. ഉം. ആ സമയം അവർക്ക് വിനിയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഷർ മെന്റലി അവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം ഒരു വീട്ടിലിപ്പം സംഗീതത്തോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉം. അദ്ദേഹം വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ സംഗീതം പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുക എന്നുള്ളതൊക്കെ ഉം. ഉണ്ടായിരിക്കും നോർമലായിട്ട്. ഉം. അപ്പം ഈ വർക്ക് പ്രഷർ ഇല്ലെങ്കിൽ വർക്കിൻ്റെ ഓവർ ടൈം കാരണം ചിലപ്പം അത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഉം. അദ്ദേഹത്തിന് അതൊരു മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉം. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര അയാൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പൊതുവായിട്ടുള്ള ചില ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ നമുക്ക് സമയം സമയം കിട്ടാതെ പോണ്. കിട്ടുന്നില്ല. ഈ ഞായറാഴ്ചകളിലേക്ക് മാത്രം മാറ്റി വെക്കുന്നു. പക്ഷെ അതെ, ആ ഞായറാഴ്ചകളിൽ ഒരു സ്ഥാപനവും തുറന്ന് പ്രവർത്തിക്കുകയില്ല. തീർച്ചയായിട്ടും. അതും ഒരു പ്രശ്നമല്ലേ? പ്രശ്നമാണ്. കാരണം ഉം. ഞായറാഴ്ച മാത്രം ഒരു സ്ഥാപനങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ സമയത്ത്. റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്യാനോ അങ്ങനത്തെ ഉം. ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉം. അതായത് ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് പറ്റുന്നില്ല. ഇപ്പം അത് നാട്ടിലുള്ള കൂട്ടുകാരാണെങ്കിൽ പോലും ഉം. എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ മാത്രം മാറി നിൽക്കുന്ന അവസ്ഥ ഭയങ്കരമായിട്ട് നമുക്ക് ആ. ഫീൽ ചെയ്യും. ആ. ഫ്രണ്ട്ഷിപ്പിൻ്റെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഉം. ഇല്ലെങ്കിൽ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കരമായിട്ട് വീക്കാക്കാൻ ചിലപ്പോൾ കാരണമാവും. ആ. അപ്പോൾ അങ്ങനത്തെ ഓവർ ടൈം കാരണം അതുകൊണ്ടായിരിക്കാം ഓവർ ടൈം നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങൾക്കും ഈ കാരണമാകുന്നത്. അപ്പോൾ ആത്മഹത്യ വരെയുള്ള പ്രശ്നങ്ങളിലോട്ട് പ്രശ്നങ്ങൾക്കൊക്കെ അത് എത്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം പ്രൈവറ്റ് അങ്ങനെ ചെയ്യുന്നവർ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഒരു ഓവർ ടൈം കൊടുക്കുകയാണെങ്കിൽ പോലും അത് എംപ്ലോയീസിന് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഓവർ ടൈം എടുക്കും വേണം. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സാലറി സാലറി ഉണ്ടാവില്ല. കിട്ടില്ല. ഒരു അവർക്ക് benefit. ചിലപ്പോൾ ആ ഒരു എൻവിറോൺമെന്റും ചിലപ്പോൾ കംഫർട്ടബിൾ ആവണമെന്നില്ല. ഇപ്പോൾ ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ തന്നെ അയാൾ ഒന്ന് മാറി നിന്നാലോ ഇല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാലോ വരെ വലിയ പ്രശ്നങ്ങളാക്കുന്ന പല കമ്പനികളും ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആവും. ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നും ഓക്കെ 2 മണിക്കൂർ കൊണ്ട് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി അവർക്ക് തോന്നും. അത് ആക്കി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം മാറും തോന്നും. ഇപ്പൊ ആണെങ്കിൽ വർക്ക് സ്പേസിലാണെങ്കിലും മെന്റലി ആണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ അതെ, അതെ, വരുന്നത്. അതാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ അതെ. കേസുകളൊക്കെ. ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന കൗൺസിലിംഗ് വരെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തീർച്ചയായിട്ടും. എംപ്ലോയീസ് മാറിയിട്ടുണ്ട്. അതിപ്പോ പ്രായഭേദമൊന്നുമില്ല. അതെ. സ്ട്രെസ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് അതെ. പേരുണ്ട്. അതായത് ആളുകൾക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്, ആളുകൾക്ക് സമയം കൂടുതൽ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടല്ല. അവർക്ക് അവരുടെ മെന്റൽ പവറിനെ ഓവർലോഡ് കൊടുക്കുന്നതാണ് പ്രശ്നമാകുന്നത്. അതായത് ഇപ്പോൾ വേണമെങ്കിൽ 10 മണിക്കൂർ ഇന്ന് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ ആ സമയത്ത് 20 മണിക്കൂറിനുള്ള ജോലിയുടെ പ്രഷർ നമ്മുടെ മൈൻഡിലേക്ക് കുത്തിക്കയറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അതുപോലെ ഈ എക്സസൈസ് ചെയ്യുക, നമ്മുടെ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, നമ്മൾ എപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും ഇരുന്നിട്ടുള്ള ജോലികൾ അങ്ങനെയാണ് തീർച്ചയായിട്ടും. കൂടുതലായിട്ട് ചെയ്യുന്നത്. മറ്റ് പണ്ടുള്ള പോലെ കർഷകരെ പോലെ നമ്മൾ ആരും ജോലിയൊന്നും ദേഹാരോഗ്യ ചെയ്യുന്നില്ല. പണിയെടുക്കുന്നില്ല, സത്യം. അപ്പോൾ നമ്മുടെ ഹെൽത്തിനെ ഒരുപാടായിട്ട് ബാധിക്കുന്നുണ്ട്. ബാധിക്കുന്നുണ്ട്. അതെ. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 90% ആൾക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അനങ്ങുന്ന പോലും ഇല്ല. അനങ്ങാനുള്ള സമയം പോലും ചിലപ്പോൾ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യ പ്രശ്നം വരുന്നുണ്ട്. ഓടി നടന്ന് പണിയെടുക്കുന്നവരാണ് പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്നത്, ഓടി നടന്ന് പണിയെടുപ്പിക്കുന്നത്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും എല്ലാ കമ്പനിയിലും ഉണ്ട്. അത് അവർക്ക് തന്നെ മനസ്സിലാവും. ഇത് എംപ്ലോയീസിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് കമ്പനി ഓണേഴ്സ് തന്നെയാണ്. ഇപ്പോൾ പ്രൈവറ്റ് ജോലിയാണെങ്കിലും നമുക്കിപ്പോൾ പ്രഷറുണ്ടാവും. നമ്മൾ മൈൻഡ് ഇപ്പോൾ ഫിസിക്കലി നമ്മൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മെൻ്റലി എത്ര ഓക്കെ ആവുന്നു എന്നുള്ളതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നോക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസിൽ വർക്ക് ചെയ്യുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഇപ്പം 8 മണിക്കൂർ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും
ഭയങ്കര ഒരു ഹാർഡായിരിക്കും. വർക്ക് എങ്ങനെയായിരിക്കും പറയാൻ പറ്റത്തില്ല. അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സോ അല്ലെങ്കിൽ അവിടുന്ന് ഉണ്ടാവുന്ന ഒരു സംഭവം നമ്മളെ മെൻ്റലി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കും. അപ്പോൾ അത് ഡെയിലി ലൈഫിനെയും ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രഷർ ഒരുപാട് നമ്മുടെ ആൾക്കാർ റിലേഷൻഷിപ്പിനെ വരെ, കാരണം അതായത് കുടുംബ ബന്ധത്തെ കൂടെ അത് തകർക്കണം. കാരണം ഒരുപാട് സമയം നമ്മൾ നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ വർക്ക് സ്പേസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള മെൻ്റലിയും നമ്മളെ ഡിപ്രസ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാന്നുള്ളൊരു ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ തൊഴിലാളികളുടെ അടുത്തേക്ക് എടുക്കുന്ന കുറച്ച് സുപ്പീരിയേഴ്സോ അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാരുണ്ടാവും. അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. വരുന്ന എംപ്ലോയീസിനും ചിലപ്പോൾ അതുപോലെ വളരെ വിഷമമുള്ള ഒരു സമയത്തോ അവർക്കും ഉണ്ടാവാം. ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ പ്രഷർ, ഇത്ര ടാർഗറ്റ്, ഈ മാസത്തിനുള്ളിൽ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഇത് എംപ്ലോയീസിൻ്റെ മാനസികാവസ്ഥ പരിഗണിക്കാതെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ കമ്പനികളിൽ. അതും പ്രശ്നമുള്ള കാര്യമാണ്. ടാർഗറ്റ് ഇപ്പോൾ അതുപോലെ തന്നെ അത് സാലറീനെ എഫക്റ്റ് ചെയ്യുന്ന ടാർഗറ്റും ഉണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ട് അത്രയും പ്രഷറായിരിക്കും. ഇത് ഇന്നത്തേക്ക് തീർക്കണം അല്ലെങ്കിൽ ഇത് നാളത്തേക്ക് തീർക്കണം. അപ്പോൾ ടൈമോ നോക്കാതെ ആയിരിക്കും ചില ആൾക്കാർ ജോലി ചെയ്യുന്നത്. അത് അവരെ ഫാമിലി ലൈഫിനും ഡെയിലി ലൈഫിനും ഒക്കെ പേഴ്സണലി നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. ഈ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നാളെ ഒരുപാട് ടെൻഡൻസിക്ക് അത് വഴിയൊരുക്കും. അതുകൊണ്ട് അത് ഓഫീസുകളിലാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിലുള്ള അവർക്ക് ഫ്രീ ടൈമാണ് അല്ലെങ്കിൽ അവർക്ക് ഇത്രയും പ്രഷർ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പ്രഷർ വരാൻ ചാൻസ് ഇല്ല. കാരണം ഇന്നത്തെ ഫയൽ അടുത്ത വർഷം നോക്കുന്നവർക്ക് ചിലപ്പോൾ പ്രഷർ വരാൻ ചാൻസ് ഇല്ല. അത് അവരുടെ കാര്യമാണ്. ഇപ്പോൾ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 വരെയാണ് അവരുടെ ഡ്യൂട്ടി ടൈമെങ്കിലും അവർക്ക് അത്രയും സമയം പ്രഷർ ഇല്ലെങ്കിൽ അവർക്ക് ആ ജോലിയും വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ പെൻഡിങ്ങിലായിരിക്കും. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ പെൻഡിങ്ങിലായിരിക്കും വർക്ക്. അതായിരിക്കും അതിൻ്റെ റീസൺ. ബാക്കിയുള്ളവർക്ക് വർക്ക് ഉണ്ടാവും ചെയ്യാൻ.